ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. അഡാ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC CGL നോട്ടിഫിക്കേഷനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ഈ മാസം SSCയുടെ ആനുവൽ കലണ്ടർ അനുസരിച്ച് ഈ മാസം, അതായത് ജൂൺ 11 വരുമെന്നാണ് SSC നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ MTSന്റെ നോട്ടിഫിക്കേഷൻ മെയ് മാസം വരേണ്ടിയിരുന്നതായിരുന്നു. ഈ ഇലക്ഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നോട്ടിഫിക്കേഷൻ വൈകുന്നത്. എന്തായാലും ഈ മാസം ഫുള്ളുണ്ട്, ജൂൺ മാസം. അപ്പോൾ ഈ മാസം തന്നെ ആ നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ആ നോട്ടിഫിക്കേഷൻ വന്ന് അപ്പോൾ അതിനുശേഷം പഠിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ ആനുവൽ കലണ്ടറിൽ എന്നൊക്കെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ SSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. ഇപ്പോഴേ എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം തുടങ്ങുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പരീക്ഷയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിലാദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SSCയുടെ ആനുവൽ കലണ്ടർ നോക്കാം. എന്നായിരിക്കും എക്സാം നടക്കുക, ഇപ്പോൾ ഈ നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് എക്സാം നടക്കുക എന്നുള്ളത്, എത്ര മാസം സമയം കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ SSCയുടെ ആനുവൽ കലണ്ടറാണ് ഈ കാണുന്നത് കേട്ടോ. SSCയുടെ ആനുവൽ കലണ്ടറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നോക്കുക, ഇതിൽ ഫേസ് 12 ഹയർ സെക്കൻഡറി CHSLന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിലേക്ക് നമ്മുടെ എക്സാം നടക്കാനിരിക്കുകയാണ്. അതുപോലെ അത് കഴിയുമ്പോൾ 8ാമതായിട്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ടെക്നിക്കൽ MTS ആൻഡ് ഹവൽദാർ നോട്ടിഫിക്കേഷൻ മെയ് 7 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയ് 7 വന്നിട്ട് എക്സാം നടക്കുകയെന്നാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കാരണമാണെന്നാണ്. അതിൽ ഗ്രാജുവേറ്റ് ലെവൽ നമ്മുടെ CGL എക്സാമിനേഷൻ ടയർ 1 എക്സാമിനേഷൻ വന്നിരിക്കുന്നത് 11 കേട്ടോ. 11 ജൂണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ 11 കഴിഞ്ഞു, എന്നാലും നമുക്ക് ഈ മാസം തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അത് ക്ലോസിംഗ് ഡേറ്റ് നമുക്ക് 10 വരെ ഉണ്ടാവും. 11 ജൂൺ വരെ അടുത്ത ഒരു മാസം എന്തായാലും അത് അപേക്ഷിക്കാനുണ്ടാവും. എക്സാം നടക്കുന്ന മാസം നമുക്ക് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ 2024. അപ്പോൾ ജൂണിൽ വന്ന് ജൂണിൽ നോട്ടിഫിക്കേഷൻ വരികയാണെന്ന് വിചാരിക്കുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, അതിന് പഠിക്കാനായിട്ടുണ്ടാവും. 3 മാസം നമുക്ക് പഠിക്കാനായിട്ടാവും. അപ്പോൾ ഇതുവരെയും നോട്ടിഫിക്കേഷൻ വന്നില്ല. ഇനിയുള്ള ആ ഒരു സമയം നമ്മൾ മാക്സിമം വിനിയോഗിച്ച് എന്താണ് നമുക്ക് പഠിക്കാം കേട്ടോ. കുറഞ്ഞൊരു 3 മാസമേ നമുക്ക് അതിനകത്തേക്കുള്ള സമയം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു മാസം ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, ഒരു മാസം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവും. അത് മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. എന്തായാലും കുറഞ്ഞത് ഒരു 3 മാസം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. ആ ഒരു എന്താ പറയുക, അവരുടെ ആനുവൽ കലണ്ടർ അനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യം നോക്കിക്കൊള്ളുക. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എക്സാമിൻ്റെ എന്നാണ് നടക്കുക, നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നുള്ള ഏകദേശം ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ എക്സാം പാറ്റേണും സിലബസും സ്റ്റഡി പ്ലാനും ഒക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇതിൽ എക്സാം പാറ്റേൺ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നമുക്കുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്. അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ട്. 25 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ സെക്ഷനിലും വരുന്നത്. 50 മാർക്കാണ്, 2 മാർക്ക് വെച്ചാണ് വരുന്നത്. 1 മണിക്കൂറാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള സമയം. മൊത്തം 200 മാർക്ക്, 100 ക്വസ്റ്റ്യൻ 200 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് സ്കോർ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കാണ്. 1 മണിക്കൂറായിരിക്കും നമുക്ക് ആ സമയം തന്നിരിക്കുന്നത് ടയർ 1 എക്സാമിനേഷന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിൽ പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവിൽ നമുക്ക് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഓൾ നമ്പേഴ്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇത് നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, ഇതിനകത്ത് പല വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. യൂണിറ്റ് ഡിജിറ്റിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാവും, ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഡിവിസിബിലിറ്റി ടെസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആവും, LCM HCF ആണ്. അപ്പം ബേസിക് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ കൺസെപ്റ്റ് എല്ലാം നമുക്ക് വേണം. ഡെസിമൽസ്, ഫ്രാക്ഷൻസ് അവിടെ ഉണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ട്. അപ്പോൾ ആ നമ്പേഴ്സിനകത്ത് നമ്മൾ പഠിക്കുന്ന എന്താണോ അത് തന്നെയാണ് ഓരോ ചാപ്റ്ററിനകത്തേക്കും നമ്മൾ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ ആഡ് ഇൻ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിൻ്റെ കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, പാർട്ണർഷിപ്പ് ഉണ്ടാവും. പിന്നെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസും ടൈം ആൻഡ് വർക്കും ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, ആവറേജ്, ഇൻട്രസ്റ്റ്, പിന്നെ ബേസിക് ഓൾജിബ്ര ഉണ്ട്, ഗ്രാഫ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻ, ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് വേരിയസ് കൈൻഡ് ഓഫ് സെൻറ്റേഴ്സ്, അതായത് ഓർത്തോ സെൻറ്റേഴ്സ്, നമ്മുടെ ട്രയാങ്കിൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോൺഗ്രുവൻസ് ആൻഡ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്, സർക്കിൾസ് ആൻഡ് ഇറ്റ്സ് കോഡ്സ് ഉണ്ട്, ടാൻജൻസ്, ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ കോഡ്സ് ഓഫ് എ സർക്കിൾ, അങ്ങനെ പറഞ്ഞു. പിന്നെ ക്വാഡ്രിലാറ്ററൽ ആൻഡ് റെഗുലർ പോളിഗൺസ്. അപ്പോൾ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ തൊട്ടിങ്ങനെ വരുമ്പോഴത്തേക്കും ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വരെയും നമ്മുടെ ജോമെട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, കുറച്ച് ഡീറ്റെയിൽ. കാരണം ടാൻജൻസും ആംഗിൾ
ആംഗിൾ സബ്സ്റ്റൻസ് സർക്കിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും പഠിക്കുക. അതിൻ്റെ ആംഗിൾ, അതിൻ്റെ ബാക്കി മെഷർമെൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്തേക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ സ്റ്റാറ്റിക്സ് ഉണ്ട്, ഈ ഹെമിസ്പിയേഴ്സ്, റെക്ടാങ്കിൾ, പാരലൽ പൈപ്പിഡ് എന്നൊക്കെ നമ്മുടെ ജോമെട്രിക്കകത്ത് വരുന്ന, പിന്നെ ട്രിഗണോമെട്രിക് റേഷ്യോസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ സെക്ഷനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ പഠിക്കേണ്ട കാര്യം കണ്ടു. ഇനി നമുക്ക് റീസണിങ്ങിലേക്ക് പോകാം. റീസണിങ്ങിലേക്ക് വന്നിട്ട് അനലോഗീസ് ഉണ്ട്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ, പ്രോബ്ലം സോൾവിംഗ്, അനാലിസിസ്, ജഡ്ജ്മെന്റ്, ബ്ലഡ് റിലേഷൻ, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്, അരിത്തമെറ്റിക് റീസണിംഗ്, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, അരിത്തമെറ്റിക് നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സിലോജിസ്റ്റിക് റീസണിംഗ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു റീസണിംഗ് മേഖലയിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. അടുത്തതിലേക്ക് പോവാണ് നമ്മുടെ ഇംഗ്ലീഷ് ടോപ്പിക് കേട്ടോ. ഇംഗ്ലീഷ് മേഖലയിലേക്ക് പോവാണ്. ഇംഗ്ലീഷിലേക്ക് പോവാണ്. ഫ്രേസസ് ആൻഡ് ഇഡിയംസ്, ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെന്റൻസ് കറക്ഷൻ, എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സ്പെല്ലിംഗ് കറക്ഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ആക്റ്റീവ് പാസീവ് സെന്റൻസ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ക്ലോസ് ടെസ്റ്റ്. കോംപ്രഹെൻഷൻ ആണ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത് നോക്കുക, GK അല്ലേ, ജനറൽ അവയർനെസ് പോർഷനാണ് GA പോർഷനായി തന്നിരിക്കുന്നത്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബറിംഗ് കൺട്രീസ്, സയൻസ്, കറണ്ട് അഫയേഴ്സ്, ബുക്സ് ആൻഡ് അതേഴ്സ്, സ്പോർട്സ്, ഇമ്പോർട്ടൻറ്റ് സ്കീംസ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, പോർട്ട്ഫോളിയോ, പീപ്പിൾസ് ഇൻ ന്യൂസ്. അപ്പോൾ GA എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാറ്റിക് GK ഉണ്ടാവാം. സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോഴത്തേക്കും വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്നെല്ലാം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും നൈബറിംഗ് കൺട്രീസും റിലേറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫാക്ട്സ്, എന്തെങ്കിലും അവാർഡ്സ്, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്പോർട്സ് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് സ്കീംസ്, പിന്നെന്താ നമ്മുടെ ഡേയ്സ്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് നമ്മുടെ ചുറ്റിപ്പറ്റി നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്കായിരിക്കണം ഇമ്പോർട്ടൻസ്. അതുപോലെ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതിനൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് വരേണ്ടത്. സ്റ്റാറ്റിക് GK നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ശരി, ഓക്കെ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു ദിവസം, ഇനിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മേഖലയിലും സ്പെൻഡ് ചെയ്യുക. 4 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ സമയം, 4 മണിക്കൂർ ഒരു മിനിമം സമയമാണ് നമ്മൾ ഈ പറയുന്നത്. മിനിമം 4 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുക. കാരണം നമുക്ക് കോണ്ടും റീസണിങ്ങിൻ്റെയും ടോപ്പിക്സ് ഉണ്ട്. ഇത് ചെയ്ത് പഠിച്ചാലേ പറ്റും. ജസ്റ്റ് വായിച്ച് പഠിക്കാനുള്ള കാര്യമില്ല. GK ഒക്കെ ആണെങ്കിൽ നമുക്ക് വായിച്ച് പഠിക്കാം. പക്ഷേ കോണ്ടും റീസണിങ് നമ്മൾ എങ്ങനെ പഠിച്ചേ പറ്റത്തുള്ളൂ, ചെയ്ത് പഠിച്ചേ പറ്റും. അപ്പോൾ ചെയ്ത് പഠിച്ച് അത് മനസ്സിലാക്കിയെടുക്കാൻ, അതിൻ്റെ ട്രിക്സ് നമ്മുടെ മനസ്സിലുണ്ടാക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സമയം വേണ്ടി വരും. അപ്പോൾ മാക്സിമം സമയം അതിനകത്ത് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതിനോട്ട് സ്പെൻഡ് ചെയ്യുക. അതൊന്നാമത്തെ കാര്യം. 2, ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. 25, 50 മാർക്ക് നമ്മുടെ മാത്സ് ആൻഡ് റീസണിംഗ് ഉണ്ട്, 25 മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. ബാക്കി ഒരു 25 മാർക്കിനാണ് നമുക്ക് GA. അതൊരു വൈഡ് പോർഷനാണ്. അവിടെ സെലക്ട് ചെയ്ത് പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെലക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിനകത്തേക്ക് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു ജോലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യവും മോർ പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ. മോർ പ്രാക്ടീസ്, അതായത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അരച്ച് കലക്കി കുടിക്കുകയല്ല, എല്ലാ സംഭവം എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരിക. ആ സംഭവങ്ങളിലെല്ലാം നന്നൊരു പെർഫെക്ഷൻ കൊണ്ടുവരിക. ആ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ സമയം ഓരോ ദിവസം നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിൽ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒന്ന് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മുടെ സമയം മാനേജ് ചെയ്യാൻ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകരുത്. കാരണം ഓരോ ടെസ്റ്റും ഓരോ ലെവലായിരിക്കും. അപ്പോൾ നമ്മുടെ സമയം മാനേജ് ചെയ്യാൻ അത് ഒരു പരിധി വരെ നമുക്ക് സഹായിക്കത്തുള്ളൂ. പക്ഷേ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ എന്തായിരിക്കും, നമ്മുടെ പഠനത്തിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതി നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഏതൊക്കെ പോർഷനാണ് നമ്മുടെ വീക്കർ പോർഷൻ, അപ്പോൾ ഏതൊക്കെ പോർഷനാണ് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത്, കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ, എന്താണ് നമുക്ക് തെറ്റ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ അനാലിസിസ് മസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ വെറുതെ എഴുതി വിടരുത്, ആൻസർ മാത്രം നോക്കി വിടരുത്. അതിൻ്റെ അനാലിസിസ് മസ്റ്റാണ്. നമുക്ക് അറിയാവുന്ന കാര്യം മാത്രമല്ല, നമുക്ക് തെറ്റിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കണം. അങ്ങനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ അറിവ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PYQ ആണ്. PYQ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാം പാറ്റേൺ
കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുക. ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഈ വരുന്നുള്ളത് ഓരോ സെക്ഷൻ ഇതായിട്ട് വരുന്നതിലും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ മേഖലകൾ ഫോക്കസ് ചെയ്ത് അത് നമുക്ക് നമ്മുടെ വീക്കർ സെക്ഷൻ ആണെങ്കിൽ ആ വീക്കർ സെക്ഷൻ നമ്മൾ സ്ട്രോങ്ങർ സെക്ഷൻ ആക്കി എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് വേണം നമുക്ക് SSC CGL വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ Tier 1 എക്സാം നിങ്ങൾക്ക് കൃത്യമായിട്ടും പാസ്സാകാൻ പറ്റും, Tier 2 പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം പഠിക്കാനായിട്ട്. നമ്മുടെ എക്സാമിൻ്റെ സമയം അറിയാലോ, നമുക്ക് ഏകദേശം 3-4 മാസം, 4 മാസം ഇല്ല 3 മാസം വരെയും നമുക്ക് കുറഞ്ഞത് എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് കിട്ടുന്ന സമയം. ആ സമയം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക, ഈ പറഞ്ഞ രീതിക്ക് സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും SSC CGL ജോലി നേടിയെടുക്കാൻ പറ്റിയിരിക്കും കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 3 മാസം അല്ലെങ്കിൽ 4 മാസം നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് സമയമുണ്ട്, പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാനുള്ള ഓൾറെഡി പ്രിപ്പയർ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അവരെന്ത് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ നമ്മുടെ അറിവ് കൂട്ടിയാൽ മതി. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് ആദ്യമേ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ആ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതി പോകും. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് വെറുതെ വിടരുത്, അത് എന്ത് ചെയ്യണം, അതിൻ്റെ അനാലിസിസ് മസ്റ്റാണ്. അത് എഴുതുക. ആ ഓരോ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ 100 ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ല തെറ്റിയത് അങ്ങ് ഒഴിവാക്കി കളയരുത്. അതിൻ്റെ തപ്പിപ്പിടിച്ച് അതിൻ്റെ ആൻസർ കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ 100 ക്വസ്റ്റ്യനും ഓരോ പരീക്ഷ എഴുതുമ്പോൾ ആ 100 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വേണോ? ക്വസ്റ്റ്യൻ്റെ ആവശ്യമുണ്ട്, സൊല്യൂഷനുണ്ട്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ നോട്ട്സും എക്സാമും ലൈവ് ക്ലാസ്സും എല്ലാം കിട്ടും നമ്മുടെ അഡ 24/7. ഇപ്പോൾ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാദേഴ്സ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്ത് 16-ാം തീയതി അല്ലേ, ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ വരുന്നത്. അപ്പോൾ ഫാദേഴ്സ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്ത ഓഫറുണ്ട്. 17% ഓഫും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റിയും കിട്ടുക. കേരള മെഗാ പാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡബിൾ വാലിഡിറ്റിയും കിട്ടുകയാണ്. മെഗാ പാക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സും അവൈലബിൾ ആയിരിക്കും. എല്ലാ കോഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ബാങ്കിൻ്റെ ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, SSCയുടെ തന്നെ CGL ആയാലും MTS ആയാലും CHS ആയാലും എല്ലാത്തിനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എല്ലാത്തിൻ്റെ ടെസ്റ്റും എല്ലാത്തിൻ്റെ നോട്ട്സും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 17% ഓഫർ ഉണ്ടാവും. അത് ബാക്കി ലൈവ് ക്ലാസ്സിലെല്ലാം ഓഫർ ഉണ്ടാവും. അതുപോലെ ഡബിൾ വാലിഡിറ്റി, അത് എല്ലാത്തിനകത്തും നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ വാലിഡിറ്റി ആണ് ആ ഒരു ഓഫർ. ആ ഓഫർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ, വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, Y907 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഓഫർ കിട്ടും. ഇനി നമുക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നെറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് എടുക്കുക, അഡ 247 എൻ്റർ ചെയ്യുക. അതിൽ വന്നിട്ട് ഓൾ കോഴ്സസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വരിക കേട്ടോ. ഓൾ കോഴ്സസ് എന്ന സെക്ഷനിലേക്ക് വരിക. അതിൽ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള സ്റ്റേറ്റ് എടുക്കുക. കേരള സ്റ്റേറ്റിൽ നമുക്കിപ്പോൾ ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ബാങ്ക്, SSCക്ക് പ്രിപ്പയർ ആണെങ്കിൽ SSC കേരള എന്നുള്ള സെക്ഷൻ എടുക്കുക. കേരള മെഗാ പാക്ക് നിങ്ങൾക്ക് അവിടെ കാണാം. ഈ മെഗാ പാക്കിൽ എല്ലാം ഉണ്ട്. PSCയുടെ ആയാലും SSCയുടെ ആയാലും RRBയുടെ ആയാലും ബാങ്കിങ്ങിൻ്റെ ആയാലും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ MTSന് ജോയിൻ ചെയ്യണമെങ്കിൽ MTS, CHSLനാണെങ്കിൽ CHSL, CGLൻ്റെ 7ാമത്തെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. June 7th സ്റ്റാർട്ട് ചെയ്തതാണ്. അധികം ദിവസം ആയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു 1 വീക്കും കൂടെ കഴിയുമ്പോൾ മിക്കവാറും അത് സ്റ്റോപ്പ് ആവും, അത് ഫില്ലാവുമ്പോഴത്തേക്കും അടുത്ത പുതിയ ബാച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള 1-2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ റെക്കോർഡ് സെഷൻസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് കാണാം. അതിനകത്ത് സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ കോഴ്സ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അതിനകത്ത് അവൈലബിൾ ആണെന്നുള്ളത് 250+ അവേഴ്സ്. അപ്പോൾ ലൈവ് ക്ലാസ് കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ടെസ്റ്റ് സീരീസ് 872 ടെസ്റ്റ് സീരീസ് നിലവിൽ ആഡായിട്ടുണ്ട്. 93 ബുക്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കയറിയിട്ട് ഈ കൂപ്പൺ കോഡ് അടിച്ചാൽ മതി. ഇപ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ, ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ്. ഈ ഫാദേഴ്സ് ഡേ ഓഫർ ഞായറാഴ്ച വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓഫറും ഇത്രയും വിലക്കുറവും നിങ്ങൾക്ക് അവിടെ കിട്ടും. Y907 എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. 1952 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനോടൊപ്പം ഇപ്പോൾ മെഗാ പാക്കിലേക്കാണ് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ മെഗാ പാക്ക് എടുക്കുക. 3399 രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കും നിങ്ങൾ ഇതേപോലെ ഈ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് നോക്കുക. Y907 എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുക. 3319 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് കിട്ടും. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വാലിഡിറ്റി 1 വർഷമാണ്. ഡബിൾ വാലിഡിറ്റി. ഇപ്പോൾ
6 മന്തിലത്തേക്ക് ആയിരിക്കും 3,319 രൂപയ്ക്ക് നിങ്ങൾ നോർമലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസത്തേക്കും കൂടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഏത് പരീക്ഷ ഈ 1 വർഷത്തേക്കുള്ള വെച്ചാൽ നമ്മളിവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മെയിനായിട്ടുള്ള എല്ലാ പരീക്ഷയും കോഴ്സ് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യും. അതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ മെറ്റീരിയൽ ആക്സസ് ചെയ്യാം, എല്ലാ ക്ലാസ്സും കിട്ടും, എക്സാംസ് എഴുതാം, അതുപോലെ തന്നെ PDF കിട്ടും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടോടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, SSCയുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാനിൽ നിങ്ങൾ മുന്നേക്ക് പോവുക. മാക്സിമം ഒരു കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടി എക്സാം വേണമെങ്കിൽ എക്സാം കോഴ്സിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവസരമുണ്ട് കേട്ടോ. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് എക്സാം, അത് SSCയുടെ ആയാലും റെയിൽവേയുടെ ആയാലും എല്ലാത്തിൻ്റെ എക്സാംസ് അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഈ കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ വിവിധങ്ങളായ പല ടോപ്പിക് വൈസ് ഉള്ളതും പ്രീവിയസും അതുപോലെ തന്നെ എന്താ പറയുക വിവിധങ്ങളായ പ്രാക്ടീസ് 800 മുകളിലാണ്. അത് ക്വസ്റ്റിൻ്റെ എണ്ണമല്ല, എക്സാമിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഒരു എക്സാമിനകത്ത് കുറഞ്ഞത് 20 ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യനാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് വരുമ്പോഴത്തേക്കും ഫുൾ ലെങ്ത് മോക്കായിരിക്കും. അപ്പോൾ 100 ക്വസ്റ്റിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റിൻ്റെ എണ്ണം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എത്ര ക്വസ്റ്റ്യൻ ഈ 800 ടെസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ആ കോഴ്സിനകത്തേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നല്ലൊരു അവസരമാണ്, ഈ അവസരമൊക്കെ വിനിയോഗിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും CGL ജോലി നേടിയെടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.